വാർത്തകളെ തിരിച്ചുവരാം. ഒരു വർഷമായി ദുബൈയിലെ നടുക്കടലിൽ കുടുങ്ങിക്കിടക്കുന്ന 16 ഇന്ത്യക്കാരുടെ കാര്യത്തിൽ അടുത്ത മാസം പരിഹാരമുണ്ടാവുമെന്ന് അംബാസഡർ ടി.പി. സീതാറാം വ്യക്തമാക്കി. കമ്പനി ഉടമസ്ഥരുമായി സംസാരിച്ചിട്ടുണ്ടെന്നും ഒക്ടോബറോടെ മോചനം സാധ്യമാവുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. ഒരു വർഷമായി ദുബൈയിലെ നടുക്കടലിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളിയടക്കം 16 ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ ശ്രമം തുടരുകയാണെന്ന് UAE-ലെ ഇന്ത്യൻ അംബാസഡർ ടി.പി. സീതാറാം മീഡിയ വണ്ണിനോട് പറഞ്ഞു. കപ്പൽ കമ്പനി ദുബായ് ഡ്രൈഡോക്കിന് വൻതുക കുടിശ്ശിക ഇനത്തിൽ നൽകാനുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയിലായതിനാൽ അത് തിരിച്ചടയ്ക്കാൻ കഴിയുന്നില്ല. SBIയിൽ നിന്നും വായ്പയെടുക്കാൻ കമ്പനി ശ്രമിക്കുന്നുണ്ടെന്നും അടുത്ത മാസത്തോടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാനാകുമെന്നാണ് കരുതുന്നതെന്നും അംബാസഡർ പറഞ്ഞു. ഷിപ്പിൻ്റെത് അവരുടെ മിനിസ്ട്രി ഓഫ് ഷിപ്പിംഗ് ഞങ്ങളെ അറിയിച്ചിരിക്കുന്നത് ബൈ ഒക്ടോബർ ഇനി ഒരു മാസത്തിനകം ഈ പ്രോബ്ലംസൊക്കെ റിസോൾവ് ചെയ്യാവുന്ന കമ്പനി മിനിസ്ട്രി ഓഫ് ഷിപ്പിങ്ങിനും ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിങ്ങിനും അറിയിച്ചിട്ടുണ്ടെന്നാണ്. അതിനുള്ള സ്റ്റെപ്സൊക്കെ അവരെടുക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സോ വി ഹോപ്പ് ദാറ്റ് ഇറ്റ് വിൽ ബി റിസോൾവ്ഡ്. ദ പ്രോബ്ലം ഈസ് അവർ ഒരുപാട് പൈസ ഇവിടെ ഇപ്പോഴും കൊടുക്കാനുണ്ട്. ആ പൈസ അവർ ലോൺ എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഒരു ഡെഡ് ലൈനാണ് ഈ ഒക്ടോബർ എന്ന് പറയുന്നത്. നേരത്തെ പലതവണ ഇവർക്ക് ഉറപ്പ് ലഭിച്ചിരുന്നെങ്കിലും പരിഹാരമുണ്ടായില്ലെന്നാണ് മലയാളിയായ കൊയിലാണ്ടി സ്വദേശി ദിനേശന്റെ അടക്കമുള്ള പരാതി. എന്നാൽ കുടുങ്ങിക്കിടന്ന മറ്റു കപ്പലിലെ ആളുകളെ എംബസി ഇടപെട്ട് നേരത്തെ രക്ഷിച്ചിരുന്നു. ഇവരുടെ കാര്യത്തിൽ കമ്പനിയുടെ ഉറപ്പ് പ്രകാരം ഒക്ടോബർ മാസത്തോടെ മോചനം സാധ്യമാവുമെന്നും അംബാസഡർ പറഞ്ഞു. ജീവനക്കാർക്ക് ആവശ്യമായ ഭക്ഷണവും മരുന്നുകളും കപ്പലിൽ എത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഹാരിസ് അരിക്കുളം, മീഡിയ വൺ, ദുബായ്. ഒമാനിലെ സൊഹാർ തുറമുഖത്ത് ചരക്ക് കൈമാറ്റം സുഗമമാക്കാൻ പുതിയ കസ്റ്റംസ് മേഖല തുറന്നു. ഒമാനിലേക്കുള്ള ചരക്ക് ഗതാഗതം പൂർണ്ണമായും സൊഹാർ പോർട്ടിലേക്ക് മാറ്റിയതോടെ ഇവിടെ കസ്റ്റംസ് നടപടികൾ വൈകുന്നുവെന്ന പരാതി വ്യാപകമായിരുന്നു. കഴിഞ്ഞ മാസം മുതലാണ് ഒമാനിലേക്കുള്ള ചരക്ക് ഗതാഗതം പൂർണ്ണമായും സൊഹാർ തുറമുഖത്തേക്ക് മാറ്റിയത്. മസ്കത്തിലെ സുൽത്താൻ ഹാബൂസ് തുറമുഖം ടൂറിസം ആവശ്യങ്ങൾക്ക് മാത്രമായി മാറ്റണമെന്ന ഭരണാധികാരി സുൽത്താൻ ഹാബൂസ് ബിൻ സയീദിന്റെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു നടപടി. നേരത്തെ 2 തുറമുഖങ്ങളിലായി നടന്നിരുന്ന ചരക്ക് കൈമാറ്റം സൊഹാറിൽ മാത്രം കേന്ദ്രീകരിച്ചതോടെ അവിടുത്തെ സൗകര്യങ്ങൾ അപര്യാപ്തമായി. കസ്റ്റംസ് നടപടികൾ വൈകുന്നതിനാൽ പലരും ചരക്കിറക്കാൻ സൊഹാറിൽ നിന്ന് 200 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള ദുബൈ തുറമുഖത്തെ ആശ്രയിക്കാൻ തുടങ്ങി. ഈ സാഹചര്യത്തിലാണ് സൊഹാർ പോർട്ടിലെ കസ്റ്റംസ് സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചത്. പുതിയ കസ്റ്റംസ് മേഖലയിൽ ഗുഡ്സ് ക്ലിയറൻസിന് മാത്രമായി 10 ഡെസ്കുകൾ പ്രവർത്തിക്കുമെന്ന് കസ്റ്റംസ് ഡയറക്ടറേറ്റ് അറിയിച്ചു. നേരത്തെയുണ്ടായിരുന്ന കസ്റ്റംസ് മേഖലയിലെ 4 ഡെസ്കുകൾ ഇറക്കുമതി നടപടികൾക്ക് മാത്രമായി പ്രവർത്തിക്കുമെന്നും ഡയറക്ടറേറ്റ് വ്യക്തമാക്കി. ഷിനോ ഷംസുദ്ദീൻ, മീഡിയ വൺ, സൊഹാർ. വാർത്തയോട് പ്രതികരിക്കാൻ ചരക്ക് ഗതാഗത വിദഗ്ധൻ ഷബാബ് ഉണ്ട് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ. ശ്രീ ഷബാബ്, ഒമാനിൽ ചരക്ക് ഗതാഗത രംഗത്ത് എന്തൊക്കെ പ്രതിസന്ധികളാണ് ഇപ്പോൾ നേരിടുന്നത്? ഇപ്പോ ഞങ്ങൾ മത്ര പോർട്ടിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന യാതൊരു സർവീസുകളും നിലവിൽ ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നില്ല. പിന്നെ ഇപ്പൊ നമ്മൾ സോഹാറിലേക്ക് പോർട്ട് മാറ്റിയത് കൊണ്ട് കസ്റ്റമേഴ്സിന് കൃത്യമായി ഞങ്ങൾക്ക് ഞങ്ങളുടെ സാധനങ്ങൾ ക്ലിയർ ചെയ്ത് എടുക്കാൻ പറ്റാത്തത് കാരണം ഒരുപാട് ഫൈൻ ഞങ്ങൾ കൊടുക്കുകയും നിലവിൽ സാധനം കൃത്യമായി ഞങ്ങൾക്ക് അത് പിന്നെ ഇമ്പോർട്ട് ഇറക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നിലവിലിപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് അറിയാൻ കഴിഞ്ഞത് 10 ഡെസ്ക് കൂടുതൽ അനുവദിച്ച് ഈ പ്രശ്നം പിന്നെ ഏറെക്കുറെ പരിഹരിക്കുമെന്നാണ്. പക്ഷേ അത് നോക്കിക്കാണുക തന്നെ വേണം ഇത്രമാത്രം കസ്റ്റമേഴ്സിന് ഗുണം ചെയ്യുന്നുള്ളത്. താങ്കൾക്ക് അക്കാര്യത്തിൽ പ്രതീക്ഷയുണ്ടോ? ഈ 10 ഡെസ്കുകൾ വരുന്നതോടെ ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമാകുമെന്ന കാര്യത്തിൽ? തീർച്ചയായിട്ടും അങ്ങനൊരു പ്രതീക്ഷയാണ് ഉള്ളത്. അല്ലാതെ ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ ഞങ്ങൾ പിന്നെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ 10 ഡെസ്ക് അധികം അനുവദിക്കുന്നതിൽ ഞങ്ങൾ നോക്കിക്കാണുന്നത്. വളരെയധികം നന്ദി ഷിബാബി വാർത്തയോട് പ്രതികരിച്ചതിന്. ഒമാനിൽ ചരക്ക് ഗതാഗതം സുഗമമാക്കാൻ പുതിയ കസ്റ്റംസ് മേഖല തുറക്കുന്നുവെന്ന വാർത്തയാണ് മീഡിയ വൺ റിപ്പോർട്ട് ചെയ്തത്. ഷബാബ് ചരക്ക് ഗതാഗത വിദഗ്ധനാണ് വാർത്തയോട് പ്രതികരിച്ചത്. മറ്റു വാർത്തയിലേക്ക്. കുവൈത്തിൽ ഭവനരഹിതരുടെ എണ്ണം 1 ലക്ഷം കവിഞ്ഞതായി റിപ്പോർട്ട്. പാർലമെന്റിന്റെ ചോദ്യത്തിന് മറുപടിയായി ഭവനകാര്യമന്ത്രി യാസർ ഹസാൻ അബ്ദുള്ളാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. പൗരന്മാരുടെ താമസകാര്യങ്ങൾക്ക് കുവൈത്ത് അടക്കമുള്ള GCC രാജ്യങ്ങൾ വലിയ പ്രാധാന്യമാണ് നൽകുന്നതെന്നും മന്ത്രി പറഞ്ഞു. അടുത്തിടെ 12,000 വീടുകൾ പബ്ലിക് അതോറിറ്റി ഫോർ ഹൗസിംഗ് വെൽഫെയർ സ്വദേശികൾക്കായി നിർമ്മിച്ചു നൽകിയിരുന്നു. അതിനുശേഷവും രാജ്യത്ത് ഭവനരഹിതരായി 1 ലക്ഷത്തിലേറെ പേർ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കുവൈത്ത് ഭവനകാര്യമന്ത്രി തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. 1,15,444 ഭവനാപേക്ഷകളാണ് ഇപ്പോൾ ഹൗസിംഗ് അതോറിറ്റിയുടെ മുമ്പിലുള്ളത്. ഇതിൽ പുതുക്കിയ 1,11,686 അപേക്ഷകൾക്ക് അതോറിറ്റി അംഗീകാരം നൽകുമെന്നാണ് അറിയുന്നത്. പൗരന്മാർക്ക് വീടുകൾ നൽകാൻ GCC അംഗരാജ്യങ്ങൾ ഏറെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് 13ാമത് GCC ഭവനകാര്യമന്ത്രിമാരുടെ യോഗത്തിന്റെ പശ്ചാത്തലത്തിൽ മന്ത്രി യാസർ ഹസൻ അബ്ദുൾ പറഞ്ഞു.
ഭവന മേഖലയിൽ സഹകരണം ഊർജിതമാക്കാൻ GCC രാജ്യങ്ങൾ തമ്മിൽ ധാരണയിലെത്തിയതായും ഒരു രാജ്യത്ത് വിജയിച്ച പദ്ധതിയുടെ ഗുണഫലം മറ്റു രാജ്യങ്ങൾക്ക് കൂടി ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഭവന പദ്ധതികൾ സംബന്ധിച്ച പഠനങ്ങളും സന്ദർശനങ്ങളും GCC രാജ്യങ്ങൾക്കിടയിൽ നടക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. കുവൈത്തിൽ ബലിപ്പെരുന്നാൾ ഒക്ടോബർ 4 ശനിയാഴ്ചയായിരിക്കുമെന്ന് പ്രമുഖ ഗോളശാസ്ത്രജ്ഞനായ ആദിൽ അൽ സൗദൻ അറിയിച്ചു. ദുൽഹജ്ജ് മാസപ്പിറവി ഇത്തവണ കുവൈത്തിലും ഇതര അറബ് നാടുകളിലും ദൃശ്യമാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വാർത്തകൾ തുടരുന്നു. ബഹ്റൈനിലെയും സൗദി അറേബ്യയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പുതിയ കോസ്വേക്ക് തന്റെ നാമം നൽകിയതിൽ ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസൻ അൽ ഖലീഫ സൗദി ഭരണാധികാരി അബ്ദുള്ള രാജാവിന് പ്രത്യേക നന്ദി അറിയിച്ചു. പാലത്തിന്റെ നിർമ്മാണ പദ്ധതിയുടെ റിപ്പോർട്ട് സമർപ്പണ ചടങ്ങിലും അവലോകന യോഗത്തിലും ബഹ്റൈൻ മന്ത്രിസഭാംഗങ്ങൾ പങ്കെടുത്തു. ബഹ്റൈനും സൗദി അറേബ്യയും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധത്തിന് മുതൽക്കൂട്ടാകുമെന്ന് കരുതപ്പെടുന്ന പുതിയ പാലത്തിന്റെ നിർമ്മാണ പദ്ധതിയെക്കുറിച്ചുള്ള വിശദാംശങ്ങളടങ്ങിയ റിപ്പോർട്ട് ഗതാഗത മന്ത്രി കമാൽ ബിൻ അഹമ്മദാണ് ബഹ്റൈൻ രാജാവിന് കൈമാറിയത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ സാഹോദര്യ ബന്ധത്തിന് പാലം മാറ്റുകൂട്ടുമെന്നതിൽ തർക്കമില്ലെന്ന് റിപ്പോർട്ട് പറയുന്നു. ഇരു രാജ്യങ്ങളിലെയും ജനതകൾ തമ്മിലുള്ള ബന്ധത്തിനും സാമൂഹിക സാമ്പത്തിക വ്യാപാര മേഖലകളിലുള്ള ഉണർവിനും പാലത്തിന്റെ നിർമ്മാണം കാരണമാകും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും അടയാളമായി പാലത്തിന്റെ നിർമ്മാണം മാറുമെന്ന് ബഹ്റൈൻ രാജാവ് ഷെയ്ഖ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ പറഞ്ഞു. പ്രധാനമന്ത്രി പ്രിൻസ് ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫ, കിരീടാവകാശിയും 1ാം ഉപപ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ, ബഹ്റൈനിലെ സൗദി അംബാസഡർ എന്നിവർ അവലോകന യോഗത്തിൽ പങ്കെടുത്തു. മീഡിയ 1 ബഹ്റൈൻ. ലോകശ്രദ്ധാ കേന്ദ്രമായ ഷാർജ അന്തർദേശീയ പുസ്തകോത്സവത്തിന് നവംബർ 5-ന് തുടക്കമാകും. 11 ദിവസം നീളുന്ന 33ാമത് സർഗവസന്തത്തിൽ ലോകത്തിലെ പ്രമുഖ എഴുത്തുകാരുടെ സാന്നിധ്യവും പ്രമുഖ പ്രസാധകരുടെ പങ്കാളിത്തവും ഉണ്ടാകുമെന്ന് അധികൃതർ പറഞ്ഞു. 1982 തുടങ്ങിയ ഷാർജ പുസ്തകമേള ഇന്ന് ലോകത്തിലെ 4 പ്രധാന പുസ്തകമേളയിൽ ഒന്നാണ്. UAE സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയും സാഹിത്യകാരനുമായ ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയുടെ രക്ഷാകർതൃത്വത്തിൽ നടക്കുന്ന പുസ്തകമേളയുടെ ഉദ്ഘാടനവും അദ്ദേഹം തന്നെയാണ് നിർവഹിക്കാറുള്ളത്. ഇന്ത്യയിൽ നിന്ന് നിരവധി പ്രമുഖർ ഇത്തവണ മേളക്കെത്തുമെന്ന് സംഘാടകർ അറിയിച്ചു. അറബ് ലോകത്തും പുറത്തുമുള്ള ഏറ്റവും മികച്ച പുസ്തക രചയിതാക്കളെ കണ്ടെത്തി സമ്മാനം നൽകാനും വിപുലമായ ഒരുക്കങ്ങളാണ് ഇത്തവണയും ഏർപ്പെടുത്തിയിരിക്കുന്നത്. മലയാളികളുടെ UAEയിലെ ഏറ്റവും വലിയ ഒത്തുചേരൽ വേദി എന്ന അപരനാമവും ഇതിനകം പുസ്തകമേള കരസ്ഥമാക്കിയിട്ടുണ്ട്. മലയാളത്തിൽ നിന്ന് നിരവധി പ്രസാധകർ ഷാർജ മേളക്കെത്തും. പ്രവാസികളായ നിരവധി എഴുത്തുകാരുടെ പുസ്തകങ്ങൾ ഇത്തവണയും മേളയിൽ പ്രകാശനം ചെയ്യും. മീഡിയ 1 ഷാർജ. സ്മാർട്ട് ഗവൺമെന്റ് പദ്ധതിയുടെ ഭാഗമായി ദുബൈ റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി 5 മൊബൈൽ ആപ്ലിക്കേഷനുകൾ കൂടി പുറത്തിറക്കി. ഓൺലൈൻ ഇടപാടുകൾ എളുപ്പമാക്കുന്നതിനാണ് വ്യത്യസ്ത സേവനങ്ങൾക്കായി പ്രത്യേകം ആപ്ലിക്കേഷനുകൾ പുറത്തിറക്കിയതെന്ന് RTA ചെയർമാൻ മദാർ അൽ തായർ പറഞ്ഞു. വാഹന സംബന്ധമായ സേവനങ്ങൾക്കായി പുതുതായി 5 മൊബൈൽ ആപ്ലിക്കേഷനുകളാണ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അധികൃതർ പുറത്തിറക്കിയത്. ഒപ്പം വിവിധ മൊബൈൽ ആപ്പുകളെ ഏകോപിപ്പിക്കുന്ന വെബ്സൈറ്റും RTA അവതരിപ്പിച്ചു. RTA കോർപ്പറേറ്റ് ഡ്രൈവേഴ്സ് ആൻഡ് വെഹിക്കിൾസ്, സ്മാർട്ട് പാർക്കിംഗ്, സ്മാർട്ട് സാലിക്, പബ്ലിക് ട്രാൻസ്പോർട്ട് എന്നീ ആപ്ലിക്കേഷനുകളാണ് പുറത്തിറക്കിയത്. 30 സേവനങ്ങളാണ് ഇതിലൂടെ ലഭ്യമാവുക. 2015ഓടെ വിവിധ സേവനങ്ങൾക്കുള്ള ആപ്ലിക്കേഷനുകളുടെ എണ്ണം 200ആയി ഉയരുമെന്ന് RTA ചെയർമാൻ മതാർ അൽ തായർ വ്യക്തമാക്കി. ഓൺലൈൻ ഇടപാടുകൾ എളുപ്പമാക്കുന്നതിനാണ് വ്യത്യസ്ത സേവനങ്ങൾക്കായി പ്രത്യേകം ആപ്ലിക്കേഷനുകൾ പുറത്തിറക്കിയതെന്ന് മതാർ അൽ തായർ വ്യക്തമാക്കി. ബാർകോഡ് സ്കാനിങ്ങിലൂടെ ഒരു വാഹനത്തെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്ന സംവിധാനം ഉടൻ നിലവിൽ വരുമെന്ന് RTA ലൈസൻസിംഗ് ഏജൻസി CEO അഹമ്മദ് ബഹ്റോസയാൻ പറഞ്ഞു. എളുപ്പത്തിൽ പാർക്കിംഗ് ഏരിയകൾ കണ്ടെത്തുന്നതിനും ആപ്പ് സഹായിക്കും. സ്മാർട്ട് പാർക്കിംഗ് സംവിധാനം എല്ലാ എമിറേറ്റുകളിലും ഇപ്പോൾ തന്നെ ലഭ്യമാണെന്നും RTA അധികൃതർ വ്യക്തമാക്കി. മീഡിയ 1 ദുബൈ. തീർത്ഥാടകർക്ക് ഹജ്ജ് ഉംറ കർമ്മങ്ങൾ ലളിതമായി മനസ്സിലാവുന്ന രൂപത്തിൽ മലയാളത്തിൽ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ പുറത്തിറക്കി. സൗദിയിലെ മലയാളി യുവാക്കളുടെ കൂട്ടായ്മയായ യൂത്ത് ഇന്ത്യ പ്രവർത്തകരാണ് ഹാജിമാർക്കും മറ്റുള്ളവർക്കും വളരെയധികം പ്രയോജനപ്പെടുന്ന ഈ ആപ്പ് പുറത്തിറക്കിയത്. ഹജ്ജ് ഉംറ മലയാളം എന്ന പേരിൽ യൂത്ത് ഇന്ത്യ സൗദി അറേബ്യ തയ്യാറാക്കിയ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ജിദ്ദയിൽ ഇന്ത്യൻ കോൺസുൽ ജനറൽ BS മുബാറക് നിർവഹിച്ചു. ഹജ്ജിനെയും ഉംറയെയും സംബന്ധിച്ച് മലയാളത്തിലിറങ്ങിയ ആദ്യ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണിത്. കർമ്മങ്ങൾ നിർവഹിക്കുന്നതിൽ വഴികാട്ടിയായ ഇത്തരമൊരു ആപ്ലിക്കേഷൻ ഹാജിമാർക്ക് വളരെയധികം ഉപകാരപ്പെടുമെന്ന് കോൺസുൽ ജനറൽ അഭിപ്രായപ്പെട്ടു. I am really happy to launch this Hajj application. I understand that it has all duas and ways to do Umrah and all related things related to Hajj, and it comes from the youth
Indian youth in Saudi Arabia, I think technology can play a vital role in making things easier for the pilgrims, and I believe that this would be further developed so that pilgrims would even more benefit from this. ഗൂഗിൾ പ്ലേയിൽ നിന്ന് സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാവുന്ന ആപ്ലിക്കേഷനിൽ ഹജ്ജിന്റെയും ഉംറയുടെയും പൂർണ്ണരൂപം, ഓരോ കർമ്മങ്ങളുടെയും വിവരണം, കർമ്മങ്ങളിൽ ചൊല്ലേണ്ട പ്രാർത്ഥനകൾ അർത്ഥസഹിതം, ഹജ്ജുമായി ബന്ധപ്പെട്ട നിരവധി ലേഖനങ്ങളുടെ സമാഹാരം, ബദർ, ഉഹുദ് തുടങ്ങി മദീനയിൽ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളുടെ വിവരണങ്ങൾ തുടങ്ങിയവ മലയാളത്തിൽ ലളിതമായി വിവരിച്ചിരിക്കുന്നു. ഹജ്ജിനും ഉംറക്കും എപ്പോഴും റഫർ ചെയ്യാവുന്ന രീതിയിൽ സംവിധാനിച്ചിരിക്കുന്ന ആപ്ലിക്കേഷൻ ഹാജിമാർക്ക് ഇനിയും കൂടുതൽ ഉപകാരപ്പെടുന്ന തരത്തിൽ ആനിമേഷൻ ദൃശ്യരൂപത്തിൽ ഉടനെ വികസിപ്പിക്കുമെന്ന് യൂത്ത് ഇന്ത്യ ഭാരവാഹികൾ അറിയിച്ചു. സാദിഖ് അലി തുവൂർ, മീഡിയ 1, ജിദ്ദ. നന്മയുടെ മുദ്രാവാക്യത്തെ ഇല്ലാതാക്കാൻ ആർക്കും സാധ്യമല്ലെന്ന് സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. ധർമ്മച്യുതിക്കെതിരെ പ്രവാസ ശബ്ദം എന്ന തലക്കെട്ടിൽ മലപ്പുറം ജില്ലാ KMCC ദുബൈയിൽ സംഘടിപ്പിച്ച സഞ്ചയം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നന്മയുടെ മുദ്രാവാക്യത്തെ ഇല്ലാതാക്കാൻ ആർക്കും സാധ്യമല്ലെന്നും ഉപബോധ മനസ്സിലെ നല്ല ചിന്തകൾ ധാർമ്മികതയ്ക്കനുകൂലമായി പ്രതികരിക്കുമെന്നും സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. അനീതിക്കെതിരെ വിരൽ ചൂണ്ടാനുള്ള കരുത്ത് സമൂഹത്തിന് നഷ്ടപ്പെടുന്ന സാഹചര്യമാണുള്ളതെന്നും ധർമ്മച്യുതിക്കെതിരെ പ്രവാസ ശബ്ദം എന്ന പ്രമേയത്തിൽ മലപ്പുറം ജില്ലാ KMCC സംഘടിപ്പിച്ച സഞ്ചയം പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞു. സമൂഹം പ്രതിക്കൂട്ടിലാക്കപ്പെടുന്ന വിഷയമാണ് ധാർമ്മിക ച്യുതിയെന്നും അദ്ദേഹം സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി. ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ജേതാവ് പാറപ്പുറത്ത് മൊയ്തീൻകുട്ടി എന്ന ബാബ ഹാജിയെ ചടങ്ങിൽ ആദരിച്ചു. പ്രസിഡന്റ് ആർ ഷുക്കൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പെരിന്തൽമണ്ണ KMCCയുടെ ബൈത്തുറഹ്മ പ്രഖ്യാപനവും നടന്നു. വിവിധ രംഗത്തെ നിരവധി പ്രമുഖർ സംബന്ധിച്ച ചടങ്ങിൽ വ്യത്യസ്ത മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കുള്ള പ്രത്യേക ഉപഹാരവും സമ്മാനിച്ചു. ദുബൈയിൽ സംഘടിപ്പിച്ച സഞ്ചയം 2014 ഭാഗമായി കുടുംബശാന്തി ഒരു മനഃശാസ്ത്ര സമീപനം എന്ന വിഷയത്തിലെ ഏകദിന ക്യാമ്പും ശ്രദ്ധേയമായി. മീഡിയ 1, ദുബൈ. മസ്കത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ ദിവസങ്ങളായി അബോധാവസ്ഥയിൽ കഴിയുന്ന തിരുവനന്തപുരം സ്വദേശി മനോജ് പുഷ്പാങ്കദനെ ഒമാൻ സർക്കാരിന് കീഴിലെ റോയൽ ആശുപത്രിയിലേക്ക് മാറ്റി. ചികിത്സ തുടരാൻ പണമില്ലാതെ കിടക്കുന്ന ഇദ്ദേഹത്തെക്കുറിച്ചുള്ള വാർത്ത മീഡിയ 1 റിപ്പോർട്ടിനെ തുടർന്ന് മസ്കത്ത് എംബസി അധികൃതർ ആശുപത്രിയിൽ സന്ദർശനം നടത്തി. എന്നാൽ മനോജിന്റെ ചികിത്സാ ചെലവുകൾ ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് തീരുമാനമായിട്ടില്ല. വെന്റിലേറ്ററിൽ കഴിയുന്ന മനോജിന്റെ നില ഗുരുതരമായി തുടരുകയാണ്. മതിയായ രേഖകളില്ലാതെ 7 ലക്ഷം റിയാൽ കൈവശം വെച്ച യമൻ പൗരനെ സൗദി പോലീസ് അറസ്റ്റ് ചെയ്തു. കോഴിമുട്ട കച്ചവടത്തിലൂടെ ലഭിച്ചതാണെന്ന് കുറ്റാരോപിതൻ വാദിച്ചെങ്കിലും സൗദി മോണിറ്ററി ഏജൻസി കൂടുതൽ അന്വേഷണത്തിന് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി. പാകിസ്ഥാൻ പൗരൻ 50,000 റിയാൽ നൽകാനുണ്ടെന്ന് പറഞ്ഞ് ഇയാൾ നൽകിയ പരാതിയിൽ അന്വേഷണം നടത്തവെയാണ് വരവിൽ കവിഞ്ഞ സമ്പാദ്യം കണ്ടെത്തിയത്. കുവൈത്തിലെ ആദ്യകാല പ്രവാസികളിൽ ഒരാളായ കോഴിക്കോട് താമരശ്ശേരി വെള്ളിമണ്ണ സ്വദേശി പാറക്കടവിൽ ഊച്ചിക്ക എന്ന അഹമ്മദ് കുട്ടി അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കോഴിക്കോട് മിംസ് ആശുപത്രിയിലായിരുന്ന അഹമ്മദ് കുട്ടി ഇന്ന് ഉച്ചയോടെയാണ് മരിച്ചത്. അദ്ദേഹത്തിന് 83 വയസ്സായിരുന്നു. ഗൾഫ് പ്രവാസത്തിന്റെ ആദ്യകാല നായകന്മാരിൽ ഒരാളാണ് അന്തരിച്ച അഹമ്മദ് കുട്ടി. 6 പതിറ്റാണ്ട് മുമ്പ് പ്രവാസ ജീവിതം ആരംഭിച്ച ഇദ്ദേഹത്തിന് നേരത്തെ അബുദാബി പൗരത്വം ഉണ്ടായിരുന്നു. കുവൈത്തിൽ സ്ഥിരതാമസമാക്കിയതോടെ പൗരത്വം നഷ്ടമായി. കുവൈത്ത് സ്വദേശിനിയായ സക്കീന അലി ഇദ്രീസുമായുള്ള വിവാഹബന്ധത്തിൽ പിറന്ന 6 മക്കളും കുവൈത്ത് പൗരന്മാരും സർക്കാർ ഉദ്യോഗസ്ഥരുമാണ്. മൂത്ത മകൻ യൂസഫ് വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ ജോലി ചെയ്യുന്നു. ആയിഷ, നാദിയ, നബീല, ഹനാൻ, ഫാത്തിമ എന്നിവരാണ് കുവൈത്ത് പൗരത്വമുള്ള മറ്റു മക്കൾ. പിന്നീട് നാട്ടുകാരിയായ സുലേഖയെയും ഇദ്ദേഹം വിവാഹം ചെയ്തു. ആ ബന്ധത്തിൽ ഉമ്മുകുൽസും, ബാസ്മ, ഷഹീദ, സയീദ എന്നീ 5 മക്കൾ. 2 ഭാര്യമാരും മക്കളും മരുമക്കളും ഉൾപ്പെടെ 30-ലേറെ അംഗങ്ങളുള്ളതാണ് ഈ ആദ്യകാല പ്രവാസിയുടെ കുടുംബം. വീക്കെൻഡ് അറേബ്യ എന്ന പരിപാടിയിലൂടെ ഊച്ചിക്കയുടെ കഥ മീഡിയ 1 മുമ്പ് സംപ്രേഷണം ചെയ്തിരുന്നു. മീഡിയ 1, കുവൈറ്റ് സിറ്റി. യുനെസ്കോ ലോക പൈതൃക ഭൂപടത്തിൽ ഇടം തേടാനൊരുങ്ങി കുവൈത്ത് ടവർ. സ്വർഗ്ഗക്കടലോരത്തുള്ള കുവൈത്ത് ടവർ ലോക പൈതൃക പട്ടികയിലേക്ക് പരിഗണിക്കാനുള്ള പ്രാഥമിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതായി യുനെസ്കോ കുവൈത്ത് പ്രതിനിധി ഡോക്ടർ അലി അൽ ത്വർഹ അറിയിച്ചു. കുവൈത്ത് ടവർ ഉൾപ്പെടെ ലോക പൈതൃക ഭൂപടത്തിലേക്ക് പരിഗണിക്കപ്പെടാവുന്ന പുരാവസ്തുക്കളെക്കുറിച്ചും സാംസ്കാരിക ശേഷിപ്പുകളെക്കുറിച്ചും പഠനം നടത്തുന്നതിന് യുനെസ്കോ സംഘം ഈ മാസം 17-ന് കുവൈത്തിലെത്തും. UN സാംസ്കാരിക സമിതിയിലെ ഉന്നതരടങ്ങുന്ന സംഘം രാജ്യത്തെ ദേശീയ പൈതൃക സംരക്ഷണ സമിതി അംഗങ്ങളുമായി കൂടിയാലോചിച്ച ശേഷമായിരിക്കും അന്തിമ തീരുമാനം കൈക്കൊള്ളുക. രാജ്യത്തിന്റെ നാഗരികതയും ചരിത്രവും വിളിച്ചോതുന്ന വസ്തുക്കളും ഇടങ്ങളും ലോകത്തിന്റെ കൂടി ചരിത്രത്തിന്റെ ഭാഗമാക്കാനുള്ള അവസരമാണ് ഇതുവഴി കുവൈത്തിന് ലഭിക്കുന്നത്. ശിലായുഗത്തിന്റേതടക്കം ചരിത്രശേഷിപ്പുകളുള്ള കുവൈത്തിലെ ഫൈലക്ക ദ്വീപിന് ലോക പൈതൃക പട്ടികയിൽ ഇടം നൽകണമെന്നാണ് പുരാവസ്തു ഗവേഷണ രംഗത്തെ പ്രമുഖരുടെ അഭിപ്രായമെന്നും ഡോക്ടർ അലി അൽ തറാഹ് പറഞ്ഞു. 1976-ൽ ഷെയ്ഖ് ജാബർ അൽ അഹമ്മദ് അൽ സൊബാഹിന്റെ ഭരണകാലത്താണ് കുവൈറ്റ് ടവർ നിർമ്മിക്കപ്പെട്ടത്.